നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? അതിൻ്റെ കാരണങ്ങൾ ഈ വീഡിയോയിൽ നോക്കിയാലോ? ഫസ്റ്റ് വൺ ഈസ് യു ആർ ഡൗട്ടിങ് ടൂ മച്ച്. അതായത് നമുക്കൊരാഗ്രഹമുണ്ട്. ഈ ആഗ്രഹം നടക്കാനായിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അഫർമേഷൻ, ആറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹം നമുക്ക് മാനിഫെസ്റ്റായി കിട്ടുന്നില്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര ഡൗട്ടാണ്. അതുമാത്രമല്ല, ഇത് നടക്കുമോ എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിലും ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിത്ത് ഇട്ടു. ആ വിത്ത് എന്നും പോയി നോക്കുകയാണ്, ഇത് വളർന്നോ എന്ന്. അത് മണ്ണ് മാറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരുമോ? ഇല്ല. സെയിം ആണ് ഇവിടെയും. നമുക്കൊരാഗ്രഹമുണ്ട്, നമ്മളത് ചെയ്യുന്നത് പൂർണ്ണമായ വിശ്വാസത്തിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നടക്കുള്ളൂ. സെക്കൻഡ് വൺ ഈസ് യു ആർ ഫോഴ്സിങ് ടൂ മച്ച്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഡ്രെയിൻ ആകാൻ തുടങ്ങും. ഈ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ അറിയാലോ, പെർഫോമൻസിൽ അത് ബാധിക്കും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് കിട്ടിയില്ല, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് നേടിയെടുക്കാൻ കഴിയാതെ പോകും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നല്ല വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാവരും കൂളായിട്ടാണ് അവരിയ്ക്കുന്നത്. അതേപോലെ ആ ഒരു ഫ്ലോയിങ് സ്റ്റേജിലെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. തേർഡ് വൺ ഈസ് യു ആർ നോട്ട് അലൈൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് എനർജിയിലാണോ ഉള്ളത് ആ എനർജിയുമായി അലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതുമായി അലൈൻ ചെയ്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈവൻ ആ ടൈമിൽ സന്തോഷത്തിൽ, സമാധാനത്തിൽ, നന്ദിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ എനർജിയുമായി അലൈൻ ചെയ്യുകയും അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.